നമസ്കാരം. ശ്രീനാഥ് നമ്പൂതിരിയാണ്. 2026 മെയ് 31 മുതൽ ജൂൺ 7 വരെയും 1201 ഇടവമാസം 17 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിലെ ചന്ദ്രചാരവശാൽ ഫലത്തെയാണ് വാരഫലമായിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വാരത്തിൽ വളരെയധികം മഹാഭാഗ്യങ്ങളാണ് അനവധി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത്. എന്തെന്നാൽ സർവേശ്വരകാരകനായ വ്യാഴം ഈ ഒരു മാസം, ഈ ജൂൺ മാസം 2-ാം തീയതിയോടുകൂടി കർക്കടകൻ രാശിയിലേക്ക്, ഉച്ചരാശിയിലേക്ക് പോകുന്നു എന്നുള്ളത് മറ്റുള്ള നക്ഷത്രങ്ങളെ വളരെയധികം ഈശ്വരാധീനത്തിൻ്റെ ബലാബല വിഷയങ്ങളിൽ ചിന്തിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഈ ഒരു വാരഫലത്തിൽ ഈ ഒരാഴ്ചയിൽ തന്നെ ഏതേത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് അതീവമായ ശ്രദ്ധ വേണ്ടതും അതുപോലെ തന്നെ മഹാഭാഗ്യങ്ങൾ നാം അറിയാതെ പോവാതെയിരിക്കാൻ നമുക്ക് ഈ വാരഫലത്തെ നോക്കാം. വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാലടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് രാശിനാഥനായ ചൊവ്വയുടെ ഒരു സാന്നിധ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വാരം ആരംഭിക്കുക. ഈ വാരത്തിൽ പൊതുവേ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങളിലായി വല്ലാത്ത ഒരു ഉന്മേഷവും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു മടിയില്ലാതെ നീങ്ങാനുള്ള ഒരു സാധ്യതയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാനസികാരോഗ്യം വളരെയധികം ഉള്ള ഒരു കാലഘട്ടമാണ്. ഈ 3-ാം ഭാവത്തിലുള്ള വ്യാഴം 4-ാം ഭാവത്തിലേക്ക് പോകുന്നതോടുകൂടി വളരെയധികം ഈശ്വരാധീനം ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് വരുന്നതാണ്. ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിലെ വാഹനാദികളാവട്ടെ, ഭവനങ്ങളാവട്ടെ, കുടുംബത്തിൻ്റെ പല പല കാര്യങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ എത്തിപ്പെടുക, ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ആനന്ദം നൽകുന്നതാണ്. കുടുംബാംഗങ്ങളുടെ സംഗമം ഉണ്ടാവുന്ന ഒരു വളരെ വിശേഷം ആണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾക്കുള്ള യോഗമുണ്ട്. ഈ മേടക്കൂറിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ ഒരു വാരത്തിൽ ലേശം ഒരു മടിയാണ് ഉണ്ടാവുക. അധികം ഒരു അലസത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം വിശേഷമാണ്. ഈ ഒരു വാരാന്ത്യത്തോടുകൂടി പല ആൾക്കാർക്കും ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകൾ കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കാരകഗ്രഹമായ ഈ ചൊവ്വ രാശിനാഥനെ കൊണ്ട് സംബന്ധിച്ച് തന്നെ അവനവൻ്റെ ഭാവി ജീവിതത്തിലേക്ക് വേണ്ടുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഗൗരവപരമായ തീരുമാനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വാരമായിട്ട് വരാം. നിത്യജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വളരെ ആരോഗ്യ ക്ലേശങ്ങൾ വിട്ടുമാറി കുറേ നാളുകളായി അസുഖങ്ങളെ കൊണ്ടുള്ളവർക്കൊക്കെ വളരെ അനുകൂലം വരുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യം വളരെ ഉന്മേഷമായി നീങ്ങാൻ വേണ്ടി സാധിക്കുന്ന ഒരു വാരമാണ്. വാഹനാദി യോഗം, അതോടൊപ്പം തന്നെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷമങ്ങൾ തീരുന്ന ഒരു ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഈ 4-ാം ഭാവത്തിലേക്ക് മേടക്കൂറുകാർക്ക് ശുക്രനും വ്യാഴവും സംഗമിക്കുന്നത് കൊണ്ട് അഖില സുഖകൃതാണ്. ജീവിതത്തിൽ എല്ലാ ക്ലേശങ്ങളും മാറുന്നത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, കുറേ നാളുകളായിട്ട് ഏതാണ്ട് 12ഓളം വർഷത്തിന് ശേഷമാണ് ഈ വ്യാഴം 4-ാം ഭാവത്തിൽ ഈ ഉച്ച സ്ഥിതനായിട്ട് വരിക. അത്തരത്തിലുള്ള ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെയധികം ജീവിതത്തിൽ അനുഭവങ്ങളെയാണ് കൊണ്ടുതരിക. ഈ ഒരു വ്യാഴവട്ടത്തിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി മേടക്കൂറുകാർക്ക് മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് അനാരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതും അതോടൊപ്പം തന്നെ ഔഷധങ്ങൾ ഫലപ്രദമായ രീതിയിൽ നമുക്ക് അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടം. അനവധി ആൾക്കാർ വിളിക്കുമ്പോൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് കുറേ നാളുകളായി മരുന്ന് കഴിച്ചിട്ടും മാറാത്ത അസുഖങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വലിയൊരു സമാധാനം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായി മനസ്സിലാക്കാം. ഇതിലൊക്കെ ഉപരി വിവാഹാദി പ്രണയ ജീവിതത്തിൽ ഉള്ളവരെ സംബന്ധിച്ചിട്ടാണ്. അവരെ സംബന്ധിച്ച് ഈ 4-ാം ഭാവത്തിൽ ശുക്രൻ വരുന്നതോടുകൂടി വിവാഹത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതും അതോടൊപ്പം വിവാഹം അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമായിട്ട് കാണാൻ സാധിക്കും. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഗുരുവായൂരപ്പന് പാൽപ്പായസം കഴിപ്പിക്കുന്നതും തുളസിമാല നടത്തുന്നതും വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ സുദർശന മഹായന്ത്രം ധരിക്കുക, അതോടൊപ്പം തന്നെ നാരായണ കവച യന്ത്രം ധരിക്കുന്നതും എല്ലാ കാര്യത്തിലും ഒരു ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും നല്ലതാണ്. ഈ ഒരു വാരത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ മേടക്കൂറുകാരെ സംബന്ധിച്ച്. കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിൻ്റെ അധ്യവാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ ശുക്രൻ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശുക്രൻ അവിടെ നിന്നും 3-ാം ഭാവത്തിലേക്ക് മാറുകയും വ്യാഴം 3-ാം ഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളതും ഒരു ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ട ഒരു കാലമാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായേക്കാവുന്ന വാരമാണ്. പ്രത്യേകിച്ച് ജീവിതത്തിൽ കുറേ നാളുകളായിട്ട് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു നിമിഷമായിരിക്കാം ഇടവക്കൂറുകാർ. ബഹുഭൂരിപക്ഷ ആൾക്കാർക്ക് അങ്ങനെ കാണാം. എങ്കിൽ കുറേ നാളുകളായി കഠിന പ്രയത്നത്തിന് ശേഷം ഒരു ഫലം കിട്ടാനുള്ള ഒരു കാത്തിരിപ്പിനിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിക്കും. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ശ്രമകരമായ ഒരു വാരമാണ് ഇത്. പ്രത്യേകിച്ച് ഈ 3-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നതോടുകൂടി സാമ്പത്തികമായ ക്രമക്കേടുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സൗഹൃദങ്ങളിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ക്ലേശങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്.
അകാരണമായ തെറ്റിദ്ധാരണയും മറ്റൊക്കെ സൗഹൃദങ്ങളിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുമായിട്ട് സൗഹൃദങ്ങൾ പരസ്പരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ പുരുഷന്മാരാണെങ്കിൽ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാർ, ഇത്തരത്തിലുള്ള സൗഹൃദ ബന്ധങ്ങളിൽ പല ക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രണയിതാക്കളെ സംബന്ധിച്ചും ദാമ്പത്യ ജീവിതത്തിലുള്ളവരും വളരെ കരുതലോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായ ദുർവിനിയോഗം, അതോടൊപ്പം തന്നെ അധികമായ ചെലവൊക്കെ വരാനുള്ള ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സന്ധിവേദനകളും ഒക്കെ ഈ ഒരു ഇടവക്കൂറുകാർ ശ്രദ്ധിക്കണം. എങ്കിൽ തന്നെയും ഇടവക്കൂറുകാരുടെ ഈ ഒരു 6ാം ഭാവപതിയായ ഈ ഒരു ശുക്രൻ 3ാം ഭാവത്തിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു മഹാഭാഗ്യസ്ഥിതനായ ഈ ഒരു ശുക്രൻ 3ാം ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി സൗഹൃദങ്ങളിലും അതോടൊപ്പം തന്നെ പ്രണയിതാക്കളെ സംബന്ധിച്ചും ഒരു കരുതലോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ലക്ഷ്മി ക്ഷേത്ര ദർശനം വളരെ നല്ലതാണ്. വിദ്യാഭ്യാസപരമായി വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് എങ്കിൽ ഈ ഒരു ഇടവക്കൂറുകാരെ സംബന്ധിച്ച്, പഠനം കഴിഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ചും പഠിക്കാനായി പോകുന്ന പിഞ്ചു മക്കളെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂലം, ഉത്സാഹത്തോടു കൂടി നീങ്ങാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അനാരോഗ്യസ്ഥിതി ഈ ഒരു വാരത്തിൽ പ്രത്യേകിച്ച് മധ്യവയസ്സിന് മുകളിലുള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് വാതരോഗവും അതോടൊപ്പം തന്നെ പിത്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാര്യമുണ്ട്. പിന്നെ ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു കാലമാണ്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് കർമ്മമേഖലയിൽ വളരെ പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരമാണ് ഈ ഒരു ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു വാരം കഴിയുമ്പോഴേക്കും ജോലി സാധ്യത കൂടി വരുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരും വിദേശവാസികളായിട്ടുള്ളവരെ സംബന്ധിച്ചും ഈ ഒരു ശുക്രൻ എന്നുള്ളത് മഹാഭാഗ്യസ്ഥിതനാണ്. ഈ ഒരു 3ാം ഭാവത്തിലേക്ക് കടക്കുന്നതോടുകൂടി സാമ്പത്തികമായ കാര്യത്തിൽ ഈ ആദ്യം പറഞ്ഞ പോലെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ ദൂരത്തൊക്കെ ഉള്ളവരാണ്. അത്തരത്തിലുള്ളവരൊക്കെ ഒരു കരുതലോടുകൂടി നീങ്ങാൻ വേണ്ടി സാധിക്കണം. ലക്ഷ്മി വിനായക ക്ഷേത്ര ദർശനം സാധിക്കുന്നവരൊക്കെ ചെയ്യാൻ സാധിക്കുക. ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. എങ്കിൽ തന്നെയും ഈ ഒരു ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു ഭാഗ്യരാശിയിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെയധികം ഒരു ശ്രദ്ധയോടു നീങ്ങേണ്ട ഒരു കാലഘട്ടമാണ്. അപവാദങ്ങളും മറ്റുള്ള സ്ത്രീജന സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ ഈ ഇടവക്കൂറുകാർ കരുതലോടുകൂടിയും ഈശ്വര ഭജനത്തോടുകൂടിയും നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. 3ാം ഭാവത്തിലുള്ള ആ ഒരു വിക്രമസ്ഥിതനായ ഈ ഒരു വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിക്ക് വേണ്ടിയിട്ട് വളരെയധികം പ്രാർത്ഥനകൾ നടത്താൻ സാധിക്കുന്നതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം, ഗുരുവായൂരപ്പനെ ഭജിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും യഥാശക്തി വഴിപാടുകളൊക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ ഓരോരുത്തർക്കും. മകീരം, തിരുവാതിര, പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ മിഥുനൻ രാശിയിലാണ്. അതോടൊപ്പം തന്നെ വ്യാഴവും മിഥുനൻ രാശിയിലാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മഹാഭാഗ്യത്തിലെ വ്യാഴം എന്നുള്ളത് വളരെ അനുകൂല സ്ഥിതിയാണ്. 2ാം ഭാവത്തിലേക്ക് ഈ വ്യാഴം പോകുന്നതോടുകൂടി മാറുന്നതോടുകൂടിയാണ് സത്യത്തിൽ ഈ മിഥുനക്കൂറുകാർക്ക് വളരെയധികം അനുകൂലങ്ങൾ ജീവിതത്തിൽ വരാൻ തുടങ്ങുക. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങളിൽ വമ്പിച്ചതായ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഭാഗ്യങ്ങൾ കിട്ടുന്നതാണ്. അപ്രതീക്ഷിതമായ ധനഭാഗ്യത്തിനുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഈ 2ാം ഭാവത്തിലേക്ക് വ്യവഹാരകാരകനായിട്ടാണ് ഈ ഒരു വ്യാഴം വരുന്നത്. അതോടൊപ്പം തന്നെ ഉച്ചസ്ഥിതനായതുകൊണ്ട് തന്നെ അമിതമായ സമ്പത്ത് തന്നെയാണ് മിഥുനക്കൂറുകാർക്ക്. വളരെയധികം ഭാഗ്യങ്ങളാണ്. പ്രത്യേകിച്ച് അമൂല്യങ്ങളായ വസ്തുക്കൾ സമ്മാനങ്ങളായി കിട്ടുകയും കുടുംബ അന്തരീക്ഷം വളരെ സന്തോഷപരമായി പോകാനുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. വ്യാഴം 2ാം ഭാവത്തിലുണ്ട് മാത്രമല്ല, അതോടൊപ്പം തന്നെ ബുധൻ സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ജൂൺ മാസത്തോടുകൂടി വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരുവിധം എല്ലാവർക്കും ക്ലേശങ്ങൾ വിട്ടുമാറുന്നതാണ്. വിദ്യാഭ്യാസം പഠിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി നീങ്ങാൻ സാധിക്കുന്നതാണ്. കുട്ടികളെ സംബന്ധിച്ച് കുറേ നാളുകളായി ഈ മിഥുനക്കൂറുകാർക്ക് വിദ്യാഭ്യാസപരമായി ക്ലേശങ്ങൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം അനുകൂലത്തിലേക്ക് കടക്കുകയാണ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യപ്രാപ്തി ഉണ്ടാവുന്നതാണ് അവരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പ്രണയിതാക്കളെ സംബന്ധിച്ചും വളരെ അനുകൂലമാണ്. പ്രണയിതാക്കൾ തമ്മിലുള്ള കലഹങ്ങൾ പിരിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. കലഹങ്ങളില്ലാണ്ടായി കലഹത്തിലുള്ളവരൊക്കെ വിട്ടുമാറി വരുന്നത്. അതോടൊപ്പം തന്നെ ദമ്പതിമാരെ സംബന്ധിച്ചും അകന്ന് താമസിക്കുന്നവരും കലഹങ്ങളിൽ പെട്ടിട്ടുള്ളവർക്കൊക്കെ മാറി വളരെ അനുകൂലം വരുന്ന ഒരു കാലഘട്ടമാണ്. ഉമാമഹേശ്വര ക്ഷേത്രം നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് 11ാം ഭാവത്തിലുള്ള ഈ ചൊവ്വ എന്നുള്ളത്
പലതരത്തിലുള്ള അസുഖങ്ങൾക്കും ഒരു വിരാമം ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ രണ്ടാം ഭാവത്തിൽ വ്യാഴം കൂടി വരുന്നതോടുകൂടി കുറേ നാളുകളായി അനുഭവിക്കുന്ന അസുഖങ്ങൾ വിട്ടുമാറി അസുഖങ്ങളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വിദേശത്ത് പോകാൻ നാളുകളായി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം കണ്ടകശനിയാണ് ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടക്കുന്നതല്ല. കുറച്ച് നാളുകളായി അതിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റമാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വരാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിൽ ഇപ്പോൾ കുറേ നാളുകളായി മാറ്റം വരും എന്നല്ലാതെ മാറ്റം വരുന്നത് നിങ്ങളുടെ അനുഭവത്തിൽ വളരെ കുറച്ചേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. എങ്കിൽ ഈ ഏഴാം ഭാവപതിയായ നിവൃത്തികാരകനായ വ്യാഴാണ് രണ്ടാം ഭാവത്തിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വിവാഹ കാര്യങ്ങളിൽ വളരെ ഗൗരവപരമായി നീങ്ങിക്കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കർമ്മ മേഖലയിൽ പുരോഗതി തന്നെയാണ്. കണ്ടകശനി ദോഷം അനുഭവിക്കുന്നുണ്ടെങ്കിലും വ്യാഴക്ഷേത്ര ദർശനം ചെയ്യുന്നതും മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും അതോടൊപ്പം തന്നെ നാരായണ കവച മന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. മറ്റുള്ള എല്ലാ ക്ലേശങ്ങളും മനസാന്നിധ്യം എല്ലാ വിഷയങ്ങളിലും നമുക്ക് ചേർത്ത് വെക്കാൻ മനസാന്നിധ്യമാണ് അതിൻ്റെ ഉപാസനയിൽ പറയുന്നത് തന്നെ. അത്തരത്തിലുള്ള നാരായണ കവച മന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇങ്ങനെ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെയധികം മഹാഭാഗ്യങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. കാര്യം ഈ വ്യാഴം എന്നുള്ളത് സർവേശ്വരാണാം ദിഷണേ അസ്തു നിത്യം. നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യമാണ് എല്ലാത്തിലും നമ്മൾ അത് തൃപ്തിയായി കൊണ്ടുവരുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലങ്ങളെ ചേർത്ത് വെക്കാൻ ശനിക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം നടത്തുന്നതും ശനീശ്വരായ നമ എന്നുള്ള ആ മന്ത്രം വളരെ ലളിതമായി തോന്നാം എങ്കിലും വളരെ ശക്തിമത്തായ ആ മന്ത്രത്തെ നിരന്തരം ജപിക്കുന്നത് തന്നെ ഒരുവിധം ക്ലേശങ്ങളെ വിട്ടുമാറും. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ, നല്ല ഒരു കാലമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടകൂറുകാർക്കാണ് ഈ ഒരു ഉച്ചസ്ഥിതനായ വ്യാഴം കർക്കിടകൻ രാശിയിലാണ്. അതോടൊപ്പം തന്നെ കർക്കിടകം നക്ഷത്രത്തിൽ ആയി രാശിയുമായി വളരെയധികം ബന്ധമാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അധിഷ്ഠാന ദേവത എന്നുള്ളത് ബൃഹസ്പതിയാണ്. ഈ ബൃഹസ്പതി എന്നുള്ളത് കർക്കിടകൻ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബൃഹസ്പതിയുടെ നക്ഷത്രം പൂയം ആണ്. ഇങ്ങനെയുള്ള ഒരു ബന്ധം ഈ ഒരു കർക്കിടകൂറിൽ കാണാം. അത്തരത്തിൽ ഈ കർക്കിടകൂറിൽ ചേരുന്ന വ്യാഴം വളരെ ഭാഗ്യങ്ങളെ കൊണ്ടുതരും. പ്രത്യേകിച്ച് കർക്കിടകൂറുകാർക്കും അതോടൊപ്പം തന്നെ കർക്കിടകൻ രാശി 11ാം ഭാവം 9ാം ഭാവം എന്നീ ഭാവങ്ങൾ മഹാഭാഗ്യമായ 5ാം ഭാവമൊക്കെ വരുന്ന രാശിക്കാർക്കും വളരെ അനുകൂലങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏതാണ്ട് ഒരു 2019 ശേഷം ഇങ്ങോട്ട് ഉള്ള കാലഘട്ടത്തിൽ വളരെയധികം അനുകൂലമായ കാലഘട്ടമാണ്. ശുക്രദശ കഴിഞ്ഞിട്ടുള്ളവരും രാഹുദശ കഴിഞ്ഞിട്ടുള്ളവർക്കും കേതുദശ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലങ്ങളാണ് ഈ ഒരു വ്യാഴം കൊണ്ടുവരുന്നത്. ഏതാണ്ട് 12ഓളം വർഷങ്ങളായി 2ലധികം ദശകൾ സഞ്ചരിച്ച കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വളരെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ സംശയിക്കേണ്ട. അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ജീവിതത്തിൽ കർമ്മമേഖലയിൽ വളരെ പുരോഗതി ഉണ്ടാവും, വിദേശ സഞ്ചാരങ്ങൾ ഉണ്ടാവും, അതോടൊപ്പം തന്നെ മാനസിക ആരോഗ്യം മെച്ചപ്പെട്ടു വരും. കുറേ നാളുകളായിട്ടുള്ള വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ തളർത്തിക്കളർന്നിട്ടുണ്ടെങ്കിൽ ആ കർക്കിടകൂറുകാർക്ക് അതൊക്കെ മാറി വരികയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഈ ഒരു പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചും പൂയം വളരെയധികം അനുകൂലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും. വാഹനാദി ലാഭം, അതോടൊപ്പം തന്നെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ തീരുന്നതും ഭവന നിർമ്മാണം, അതോടൊപ്പം തന്നെ വീട് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നതിനുള്ള ക്ലേശങ്ങളൊക്കെ വിട്ടുമാറുന്ന വലിയൊരു കാര്യം. കുറേ ആൾക്കാർ വന്നപ്പോഴേ ഈ വീട് വിൽക്കാനും പറ്റുന്നില്ല, അങ്ങനെ പല ആൾക്കാരുടെ ക്ലേശങ്ങൾ, അതൊന്ന് വിറ്റിട്ട് വേണ്ടേ ഇനി മുന്നോട്ട് എന്നുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അത് വളരെ അനുകൂല സ്ഥിതിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം കർക്കിടകൂറുകാർക്ക് പ്രണയിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലപ്പെട്ട കാലമാണ്. ജീവിതത്തിൽ പ്രണയത്തിന് വളരെ സാധ്യത കുറഞ്ഞിട്ടുള്ള കൂറുകാരാണ് കർക്കിടകൂറുകാരെങ്കിൽ ഈ ഒരു കാലഘട്ടം അവരിലേക്ക് പ്രണയം എത്തുന്നതും അവരിൽ വളരെയധികം ഒരു മാനസികമായ ആരോഗ്യം ഉണ്ടാവുന്നതും മാനസികമായ സന്തോഷം ഉണ്ടാവുന്നതും പ്രണയ സാഫല്യത്തിനൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവരും കുറവല്ല. ഈ ഒരു വാരം അതിന് ഏറ്റവും നല്ലത് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഈ ഒരു വ്യാഴം ആരംഭിക്കുന്നത് ഈ ഒരു വാരത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലതാണ് ഈ ഒരു വാരം നമുക്ക് കാണുമ്പോൾ. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് കരസ്ഥമാകും. മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് അനാരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരും, യാതൊരു സംശയവുമില്ല. അവരുടെ 10ാം ഭാവത്തിൽ ചൊവ്വ വരുന്നത് കൊണ്ട് തന്നെ കഴിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ ഔഷധം വളരെയധികം അത് ഫലത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം മരുന്ന് കഴിക്കാന്നല്ലാതെ അത് വേണ്ടതുപോലെ ഫലത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല.
അത് മാറി 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 നമ്മൾ പല ഡോക്ടർമാരെ കാട്ടും. എങ്കിൽ ഇവിടെ അങ്ങനെയല്ല, വളരെയധികം അനുകൂലങ്ങളാണ് കർക്കിടകൂറുകാർക്ക് വരാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് പാദരോഗം, ശിരോരോഗം, വാതരോഗത്തിൽ വളരെയധികം ക്ലേശപ്പെട്ടിട്ടുള്ളവർക്ക് മാറും. അതോടൊപ്പം ഹൃദയ സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്കും അകാരണമായ ഭയമുള്ളവർക്കൊക്കെ വിട്ടുമാറുന്നത്. ഇതിലൊക്കെ ഉപരി ഏറ്റവും പ്രധാനം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് സാമ്പത്തികമായ ഭദ്രത വന്നു ചേരും. യാതൊരു സംശയവും ഇല്ല, ഈ ഒരു വാരം അതിനുള്ളത് തന്നെയാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യണം, നാരായണ കവചം എന്നുള്ള മഹാമന്ത്രം ജപിക്കുക. അതോടൊപ്പം നാരായണ കവച മന്ത്ര യന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ആ മന്ത്രം ലിഖിതം ചെയ്തതായ യന്ത്രം നിങ്ങൾ ജപിക്കുകയും അതോടൊപ്പം തന്നെ ധരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഉത്തമമായിട്ടുള്ളതാണ്. അതോടൊപ്പം സുദർശന യന്ത്രം ധരിക്കുക, ശനിക്ഷേത്ര ദർശനം ചെയ്യുക. 9ാം ഭാവത്തിൽ മഹാഭാഗ്യങ്ങളെ ധർമ്മശ്ച തപശ്ച മനശ്ച ന്യൂനഃ, ഇതിനൊക്കെ ഒരു ന്യൂനത വരാനാണ് ഈ ശനി ചിലപ്പോൾ അവിടെ തോന്നിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു യോഗം ഉണ്ടാവുമെങ്കിലും അനുഭവത്തിൽ എത്താൻ വേണ്ടി നല്ലതുപോലെ ഈശ്വരാധീനം ഉണ്ടാവണം. അതിന് നല്ലതുപോലെ പ്രാർത്ഥനകൾ ചെയ്യണം. ശനിയെ നല്ലതുപോലെ ഭജിക്കാൻ സാധിക്കുക. ശനികവചം എന്നുള്ള മഹാദിവ്യ യന്ത്രം ധരിക്കുന്നതും വളരെയധികം മാനസിക ഏകാഗ്രതയ്ക്ക് നല്ലതാണ്. കർക്കിടകൂറുകാർക്ക് അത് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. വ്യാഴാണല്ലോ, വ്യാഴവും ശനി ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കേതു സ്ഥിതനായിരിക്കുന്നു. അതോടൊപ്പം തന്നെ 11ാം ഭാവത്തിൽ ശുക്രനും ബുധനും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 9ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അഷ്ടമത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. എങ്കിൽ ഈ ഒരു മഹാഭാഗ്യം സംഭവിക്കുമ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യരാശിനാഥനായ വ്യാഴം 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ അഷ്ടമാധിപനായ വ്യാഴവും ആണ് ഈ ഒരു 12ാം ഭാവത്തിൽ. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യം വളരെയധികം ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. അതോടൊപ്പം തന്നെ ശുക്രൻ 12ാം ഭാവത്തിൽ വരുന്നതും ഒരു ഐശ്വര്യത്തെ ഒന്ന് കുറയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെയധികം പൂർവാധികം അനാരോഗ്യസ്ഥിതി മാറി ഉത്സാഹത്തോടു കൂടി നീങ്ങാനാണ് സാധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ ചിങ്ങക്കൂറുകാർക്ക് എല്ലാത്തിലും പരാതി ഉണ്ടാവാനുള്ള ഒരു സാധ്യത, മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ പല ആൾക്കാരെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് അതിനോടൊരു നിരാശ തോന്നുകയാണ്. ഈ ജ്യോതിഷത്തെക്കുറിച്ചിട്ടും രാശിയെക്കുറിച്ചിട്ടും ഇപ്പോൾ പല ആളോട് നമ്മൾ രസമായിട്ട് പറയുമ്പോൾ അവർ പറയാണ് ഇതിലൊക്കെ മടുപ്പ് വരികയാണ് തിരുമേനി എന്ന് പറയും. ആ മടുപ്പ് മാറ്റി നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കണം. ആ രാശിനാഥനായ ആദിത്യൻ എന്നുള്ളത് നിത്യനാരായണനാണ്, നമ്മുടെ പ്രത്യക്ഷ ആദിത്യനാണ്. നമുക്ക് അതുപോലെ തന്നെ ഈശ്വരാധീനം ജീവിതത്തിൽ നമുക്ക് ആ സൂര്യപ്രകാശം പോലെ നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി നല്ലതുപോലെ പ്രാർത്ഥന ചെയ്യണം എന്നാണ് ഈ ഒരു ചിങ്ങക്കൂറുകാരോട് ആദ്യം പറയാനുള്ളത്. അവരുടെ അഷ്ടമശനിയാണ് ഇതിനൊക്കെ കാരണം. അതുകൊണ്ട് തന്നെ അനാരോഗ്യസ്ഥിതിയാണ്, എല്ലാത്തിലും ഒരു ആലസ്യം നിങ്ങൾക്ക് പൊതുവേ ഉണ്ടാവാം. പ്രത്യേകിച്ച് പുരുഷന്മാർക്കും കൂടി ഈ ഒരു ആലസ്യം ഉണ്ടാവാനുള്ള കാലഘട്ടമാണ്. 12ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലായതുകൊണ്ട് നിത്യജപം, അതോടൊപ്പം തന്നെ ധ്യാനം, ഇതൊക്കെയാണ് മുടങ്ങാതെ കൊണ്ടുപോവേണ്ടത്. മനസ്സാണ് നമ്മളുടെ തളർന്നു പോവുക. വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ വരാനുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അനാരോഗ്യപരമായ സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതാണ്. സൗഹൃദങ്ങളിൽ ശ്രദ്ധയുണ്ടാവേണ്ട കാലമാണ്. ക്രയവിക്രയം വളരെയധികം ശ്രദ്ധിക്കണം. സാമ്പത്തിക ഇടപാടുകൾ നന്നായിരുന്നാലേ ഈ ഒരു വാരം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് സാമ്പത്തികമായ ക്ലേശത്തിനുള്ള സാധ്യതയുണ്ട്. 12ാം ഭാവത്തിലേക്ക് ശുക്രനും കൂടി വരാൻ വേണ്ടി പോകുകയാണ്. അതോടുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. നേത്ര രോഗത്തിനും അതോടൊപ്പം തന്നെ ഹൃദയ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖം, അതോടൊപ്പം തന്നെ അസ്ഥി സംബന്ധപ്പെട്ടുള്ള അസുഖത്തിനും ഒരു സാധ്യതയുണ്ട്. ഒന്ന് കരുതി നീങ്ങേണ്ടതാണ്. സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് ശിരോരോഗം, അതോടൊപ്പം തന്നെ സന്ധിവേദനകൾക്കൊക്കെയുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ജാതക പരിശോധന നല്ലതുപോലെ ചെയ്യേണ്ടതാണ്. ക്ലേശങ്ങളുള്ളവരെ സംബന്ധിച്ച് ആദിത്യ നമസ്കാരം ചെയ്യുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ ആദിത്യ ഹൃദയമന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും നമസ്കരിക്കുന്നതും വളരെയധികം നല്ലതാണ്. ആദിത്യന് എള്ളുതിരി കത്തിക്കുന്നതും എണ്ണ അഭിഷേകം ചെയ്യിക്കുന്നതും വളരെയധികം നല്ലതാണ്. ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക. ദമ്പതിമാർ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം വ്രതം എടുത്ത് ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും പ്രദോഷ വ്രതം എടുക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈ പറഞ്ഞ ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് വിട്ടുമാറാൻ വേണ്ടി ശനിക്ഷേത്ര ദർശനം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ല. ഈ ചിങ്ങക്കൂറുകാരുടെ രാശിപ്രകാരം ഇപ്പോഴും പ്രത്യേകിച്ച് രാഹുദശ കേതുദശ, ഈ രാഹുകേതുക്കളുടെ അപഹാരങ്ങൾ നടക്കുന്നവർ കൂടി ശ്രദ്ധിക്കണം. അതോടൊപ്പം കാളസർപ്പദോഷമുള്ളവരാണെങ്കിൽ സന്താന ക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള കാലമുണ്ട്. കുട്ടികൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം. നമുക്ക് വിഷമങ്ങളും സന്തോഷം ഉണ്ടാവാൻ അധികമൊന്നും വേണ്ട, ഒരു വാരം വേണമെന്നില്ല, ഒരു ദിവസമായാലും മതി. ശ്രദ്ധയോടുകൂടി നീങ്ങാൻ സാധിക്കണം. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വാര അന്ത്യത്തോടുകൂടി സാധ്യതകളുണ്ട്. പരിശ്രമിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഫലം കണ്ടെത്തും.
പ്രണയിതാക്കളെ സംബന്ധിച്ച് വിവാഹ ജീവിതത്തിലേക്കുള്ള ആശങ്കകൾ തീർന്ന് വിവാഹത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നതാണ്. പല ആൾക്കാരുടെ വിവാഹ ജീവിതത്തിലും പ്രണയ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കകളാണ് ചിങ്ങക്കൂറുകാർക്ക്. അതൊക്കെ തീരുന്നതാണ് കുറേ പേരെ സംബന്ധിച്ച്. ചിങ്ങക്കൂറുകാർക്ക് ഈശ്വരാധീനത്തോടു കൂടി നീങ്ങാൻ സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ചിത്തിര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് മഹാഭാഗ്യം എന്നുള്ളത് അവരുടെ കർമ്മരാശിയിലേക്ക് വരികയാണ്. അവരുടെ കർമ്മമേഖലയിലും അവരുടെ നിത്യജീവിതത്തിലും മഹാഭാഗ്യത്തെ കൊണ്ടുവരുന്ന വ്യാഴം ഉച്ചസ്ഥിതനായിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഏതാണ്ട് ഒരുപാട് നാളുകളായി അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ കാലഘട്ടത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി പോകുകയാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ സന്തോഷം എന്ത് എന്നുള്ളത് തിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹ ജീവിതത്തിലുള്ളവർക്കും കുറേ നാളുകൾക്ക് ഏതാണ്ട് 10-12 വർഷത്തിന് ശേഷമുള്ള അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വ്യാഴം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അത്തരത്തിൽ ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് കുറേ നാളുകളായുള്ള അനാരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരും. അതോടൊപ്പം തന്നെ അവരുടെ കർമ്മമേഖലയിൽ പഠനം പൂർത്തിയാവുമ്പോഴേക്കും ജോലി അവർക്ക് കരസ്ഥമാകുന്നതും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സ്ഥിതിയിൽ അത് കിട്ടുന്നതും വിദേശത്തുള്ളവർക്ക് അവിടെ നിന്നും ജോലി അന്വേഷിക്കുന്നതും ജോലി കയറ്റത്തിനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അനാരോഗ്യസ്ഥിതി മധ്യവയസ്സിന് മുകളിലുള്ളവർക്ക്, പ്രത്യേകിച്ച് ശിരോരോഗം, ദന്തരോഗം, അസ്ഥിരോഗമൊക്കെ ഉള്ളവർക്ക് വിട്ടുമാറുന്ന ഒരു മഹാഭാഗ്യം കാണാൻ സാധിക്കും. ഈ ഒരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു 3ാം ഭാവവതിയും 6ാം ഭാവവതിയായ വ്യാഴം ആണ് അവരുടെ കർമ്മരാശിയിലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഉച്ചസ്ഥിതനായതുകൊണ്ട് കർമ്മമേഖലയിൽ അവർ ഒരു മത്സര്യ ബുദ്ധിയോടുകൂടി അവർക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കും. തുലാവക്കൂറുകാരെ സംബന്ധിച്ച് അനാരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരും. അതോടൊപ്പം പഠന കാര്യങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കും അവർ. അതോടൊപ്പം വിദേശത്ത് അന്വേഷിക്കുന്നവർ, വിദേശത്ത് പഠന വിഷയങ്ങളിൽ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ട് വരുന്നതാണ് ഈ ഒരു വാരത്തിൽ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു വർഷം വളരെയധികം ശ്രേഷ്ഠമായ തലത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഏതാണ്ട് കുറേ നാളുകളായി വിദ്യാർത്ഥികൾക്ക് അനാരോഗ്യസ്ഥിതി കൊണ്ടുപോലും വിദ്യാഭ്യാസ ക്ലേശങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട് എങ്കിൽ ഈ ഒരു പ്രാവശ്യത്തിൽ മഹാഭാഗം 10ാം ഭാവത്തിൽ വരുന്നതോടുകൂടി വളരെ അനുകൂലമാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യുക, അതോടൊപ്പം വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം എന്നിങ്ങനെ മുടങ്ങാതെ നടത്തുന്നത് വളരെയധികം നല്ലതാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. അവരുടെ ജീവിതത്തിൽ കുറേ നാളുകളായി വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും, പൂർവീകമായ ക്ലേശങ്ങളാവട്ടെ, കുടുംബ സംബന്ധപ്പെട്ടിട്ടുള്ള ആ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതിനുള്ള കാര്യമുണ്ട്. പ്രണയ ജീവിതത്തിലെ ക്ലേശങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടാനുള്ളതും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നവരും കുറവല്ല. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഈ തുലാവക്കൂറുകാർക്ക് വിവാഹത്തിൻ്റെ ആരംഭം ആണ് ഈ ഒരു വാരം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലളിതാ സഹസ്രനാമം ജപിക്കുകയും ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ലക്ഷ്മി കവച യന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വൃശ്ചികക്കൂറുകാർക്ക് 9ാം ഭാവത്തിലേക്കാണ് ഈ ഒരു വ്യാഴം വന്നുകൊണ്ടിരിക്കുന്നത്. അഷ്ടമത്തിലുള്ള വ്യാഴം 9ലേക്ക് വരുന്നതോടുകൂടി ഒരുപാട് നാളുകളായി പറയേണ്ടല്ലോ. ഇപ്പോൾ ഈ തുലാവക്കൂറുകാർക്ക് പറഞ്ഞതിൻ്റെ ഇരട്ടിയായിട്ട് പറയണം. വൃശ്ചികക്കൂറുകാർ വളരെയധികം കഷ്ടപ്പെട്ടതാണ്. കുറച്ച് കാലങ്ങളായിട്ട് ദൈവം എന്തെന്ന് അറിയാത്തവർ പോലും ദൈവം ഉണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്നാണ് കാര്യം. അത്ര പോലും അവർ പ്രാർത്ഥനകളിലും മറ്റും മുഴുകുന്നത് നമ്മൾ നേരിട്ട് അനുഭവസ്ഥരാണ്. കുറേ ആൾക്കാർക്കൊക്കെ വിശ്വാസം ഇല്ലാത്തവർക്ക് പോലും വിശ്വാസം വന്നു. കാരണം അത്രയും കഷ്ടപ്പാടുകൾ അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. അതൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ്. സർവീശ്വരകാരകനായ വ്യാഴം 10ാം ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി കർമ്മപരമായ എല്ലാ ക്ലേശങ്ങളും വിട്ടുമാറും. ഇപ്പോഴും ജോലി അന്വേഷിക്കുന്നവർ കുറേ പേരുണ്ട്. അവരൊക്കെ ജോലി കരസ്ഥമാകുന്നതും ഉള്ള ജോലിയിൽ നിന്നും നല്ലൊരു അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം ബിസിനസ് തുടങ്ങാൻ കുറേ കാലങ്ങളായി താല്പര്യപ്പെട്ടിരിക്കുന്നവരും കാത്തിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമാണ്. ഈ ഒരു വാരത്തിൽ തന്നെ പല ആൾക്കാരുടെ ജീവിതത്തിലും കുറേ നാളുകളിലേക്കുള്ള വലിയ ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ വമ്പിച്ചതായ രേഖകളിലും തീരുമാനമാവുന്നതിനും എഗ്രിമെൻറ്റുകളിലൊക്കെ സൈൻ ചെയ്യുന്നതിനുള്ള ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം വാഹനാദിലാഭം, ഭവന സംബന്ധപ്പെട്ടുള്ള ക്ലേശങ്ങൾ വിട്ടുമാറും. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സാഹസികമായ യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. സാഹസികമായ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂലമാണ്. ആരോഗ്യസ്ഥിതിയിൽ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് രക്ത സംബന്ധമായ ക്ലേശങ്ങളും അതോടൊപ്പം തന്നെ സന്ധിവേദനകളും അതോടൊപ്പം ഉദര സംബന്ധ പീഡകളും ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശ യാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. പഠിതാക്കളെ സംബന്ധിച്ചും വളരെയധികം നല്ലതാണ്. പഠന വിഷയങ്ങളിൽ വളരെ വമ്പിച്ച പുരോഗതി തന്നെയാണ് ഈ ഒരു വർഷം പ്രതീക്ഷിക്കേണ്ടത്. പ്രണയിതാക്കളെ സംബന്ധിച്ചും
ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു കാരണമാണ് 7ാം ഭാവപതിയായ ശുക്രൻ 9ാം ഭാവത്തിലേക്ക് കടന്നുക്കുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം കുറേ പേരുടേത് നടന്നു കിട്ടും. ഈ ഒരു വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യമുള്ളവരുണ്ട്. ഇത്തരത്തിൽ വൃശ്ചികക്കൂറുകാർക്ക് 2019-20 മുതലുള്ള ക്ലേശങ്ങളിൽ നിന്ന് വലിയൊരു വിരാമം ആണ് ഈ ഒരു വാരത്തോടു കൂടി നിങ്ങൾക്ക് ആരംഭിക്കുന്നത്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ശനിക്ഷേത്ര ദർശനം നിങ്ങൾ മുടങ്ങാണ്ട് ചെയ്യുക, ഓം ശനീശ്വരായ നമ എന്ന് പ്രാർത്ഥിക്കുക, ജാതക പരിശോധന ചെയ്യുക. ഈ അനുകൂലങ്ങൾ വരാത്തവരുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്ത് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ വ്യാഴം അഷ്ടമത്തിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ അഷ്ടമത്തിലേക്ക് ശുക്രനും സഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ്. രാശിനാഥനും ചതുർത്ഥപതിയുമായ വ്യാഴം അഷ്ടമത്തിലേക്ക് പോകുന്നതോടുകൂടി കരുതലുകളാണ് ഈ ധനുക്കൂറുകാർക്ക് വേണ്ടത്. ഈ ഇടക്കാലത്ത് കുറച്ച് കാലമായി ഒരു വർഷത്തിലധികം ഉണ്ടായിട്ടുള്ള വളരെ അനുകൂല സ്ഥിതിക്ക് ഒരു മങ്ങലുണ്ടാവും. അകാരണമായ അശ്രദ്ധ കൊണ്ടൊക്കെ സാമ്പത്തികമായ പാഴ്ചെലവുണ്ടാവും. അതോടൊപ്പം തന്നെ വാഹനാദി വിഷയങ്ങളിൽ ക്ലേശം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലുള്ള വ്യാഴം ശുക്രൻ എന്നുള്ളത് സമ്പത്തിനെ ഒന്ന് ഛേദിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥത പോകുന്നതാണ്. അതോടൊപ്പം വിദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം, അതൊരു അനുകൂല സ്ഥിതിയാണ്. അതോടൊപ്പം തന്നെ വിദേശ യാത്രകളിൽ സാമ്പത്തികമായി ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. പഠന വിഷയങ്ങളിൽ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഈ ഒരു ധനുക്കൂറുകാരെ സംബന്ധിച്ച്. കുഞ്ഞുമക്കളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു വർഷം ആരംഭല്ലേ, ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കുന്ന ഒരു തയ്യാറെടുപ്പും കൂടിയാണ് എല്ലാവരും. ആ കൂട്ടത്തിൽ ഈ ഒരു ധനുക്കൂറുകാർക്ക് വളരെയധികം അനുകൂലമാണ്. കാര്യം 7ാം ഭാവത്തിൽ ഈ ബുധൻ അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരു ആനന്ദം ഉണ്ടാവുന്നത് കാണാം. സ്കൂളിൽ പോകാനൊക്കെ ഒരു മടിയില്ലാതെ, അത് വലിയ കാര്യമാണ്. അത്തരത്തിൽ ഈ ഒരു ധനുക്കൂറുകാരുടെ ജീവിതത്തിൽ അനുകൂലങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. വാഹനാദി യോഗങ്ങൾ ഉണ്ടാവാം. അതോടൊപ്പം ഭവനം മോടി പിടിപ്പിക്കുന്നതിനും ഭവനം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. എങ്കിൽ സാമ്പത്തികമായ ക്ലേശങ്ങൾ ഉണ്ടാവും എന്നും കൂടി ശ്രദ്ധിക്കണം. അതോടൊപ്പം വാഹനാദി വിഷയങ്ങൾ ക്ലേശങ്ങൾ വരാനുള്ള സാധ്യതയും ഇല്ലാണ്ടില്ല. വിദേശ യാത്രകൾ വേണ്ടി വന്നേക്കാൻ പറഞ്ഞു. അതോടൊപ്പം പ്രണയിതാക്കളെ സംബന്ധിച്ചും ദാമ്പത്യ ജീവിതത്തിലും അകാരണമായ ക്ലേശങ്ങളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. സൗഹൃദങ്ങളിൽ കലഹം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. സഹോദര ബന്ധുജനങ്ങൾ രമ്യമായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ധനുക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഈ ഒരു ആരോഗ്യസ്ഥിതി എന്നുള്ളത് ധനുക്കൂറുകാർക്ക് രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ശിരോ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും പാദരോഗങ്ങളും ഒന്ന് കരുതിയിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, മധ്യവയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ വേണ്ടുന്ന ചികിത്സ ചെയ്യുക. അതൊക്കെ വളരെയധികം അനുകൂലത്തിലേക്ക് വരാൻ പ്രാർത്ഥിക്കുക. ധന്വന്തരി ക്ഷേത്ര ദർശനം, വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും ധന്വന്തരി മഹായന്ത്രം ധരിക്കുന്നതും ധന്വന്തരി ഹോമം നടത്തുന്നതൊക്കെ ആരോഗ്യത്തിൻ്റെ ക്ലേശത്തിൻ്റെ കുറവിനനുസരിച്ച് ചെയ്യാൻ സാധിക്കുക. നാരായണ കവച മന്ത്രം ധരിക്കുന്നത് ഈ സാമ്പത്തികമായിട്ടും അനാരോഗ്യസ്ഥിതി മാനസികമായ ക്ലേശത്തിനൊക്കെ നല്ലതാണ്. ധനുക്കൂറുകാർക്ക് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യപാദം അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ ബുധൻ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വ്യാഴം 11ാം ഭാവത്തിൽ മഹാഭാഗ്യം സഞ്ചരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഈ 12 രാശികളിൽ വെച്ചിട്ട് ചിലപ്പോൾ ഈ ഭാഗ്യം കൊണ്ടുവരുന്നത് വ്യാഴത്തിൻ്റെ ഭാഗ്യം കന്നിക്കൂറുകാർക്കാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സിൻ്റെ ആശങ്കകളൊക്കെ വിരാമം ഉണ്ടാവുന്ന ഒരു കാലം എന്ന് വേണം പറയാൻ. ഏതാണ്ട് ഒരു 12ഓളം വർഷത്തിന് ശേഷമാണ് വ്യാഴം ഇങ്ങനെ ഒരു അനുകൂലം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. വിദേശത്ത് യാത്രകൾ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പഠന വിഷയങ്ങളിൽ ഒരു പ്രതിഫലം, ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ്. ജോലിക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് വരാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ പ്രണയിതാക്കളെ സംബന്ധിച്ച് കലഹങ്ങളില്ലാതെ നീങ്ങാൻ വേണ്ടി സാധിക്കണം. അതോടൊപ്പം തന്നെ ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. അതോടൊപ്പം തന്നെ അനാരോഗ്യസ്ഥിതി മെച്ചപ്പെടും എന്നുള്ളതാണ്. പാദരോഗം, അതോടൊപ്പം തന്നെ സന്ധി സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നവർ അതൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. കന്നിക്കൂറുകാർക്ക് ജോലി കിട്ടാത്തവരായിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ എന്നാണ്. കുറേ നാളുകളായി ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ജോലി കരസ്ഥമാകുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്
കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് പൂർവികമായ സ്വത്തുവകകൾ വന്നു ചേരുന്നതാണ്. പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടാം. പൂർവികമായ സ്വത്ത് എന്ന് പറയുമ്പോൾ പലതും ആവാം എന്നാണ്. അവനവൻ തന്നെ അധ്വാനിച്ചതാവാം. ഇപ്പം എല്ലാവർക്കും തറവാട് വകയായിട്ട് കിട്ടാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവനവൻ്റെ അധ്വാനത്തിൻ്റെ റിസൾട്ട് ആയിരിക്കാം അത്തരത്തിലുള്ള ഒരു അനുകൂലങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അനാരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് ഈശ്വരാധീനത്തോടു കൂടി ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ഈ ഒരു അനുകൂല സ്ഥിതി നിങ്ങൾക്ക് എത്തിച്ചേരണം. എത്താത്തവരുണ്ടാവരുത്. അതിനുവേണ്ടി വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ജപിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ ഈ ഒരു ദ്വാദശാക്ഷരി മന്ത്രം മാത്രം മതി നമുക്ക് ആ ഗുരുവായൂരപ്പനെ കിട്ടാൻ. അത്തരത്തിൽ ആ ഒരു നാമമന്ത്രം കൊണ്ട് തന്നെ ഈ ഒരു ഭാഗ്യത്തെ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം നമുക്കത് ചേർത്ത് വെക്കാൻ സാധിച്ചോളണമെന്നില്ല. അത്തരത്തിൽ അത് ചേർന്ന് നമുക്കൊരു അസറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കന്നിക്കൂറുകാർ നല്ലതുപോലെ പ്രാർത്ഥിക്കട്ടെ. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതോടൊപ്പം തന്നെ വിഷ്ണു ഭുജംഗപ്രയാണം ഈ ഒരു മന്ത്രം അത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെയധികം ശക്തിമത്തായിട്ടുള്ളതാണ്. അതൊക്കെ ജപിക്കുകയും അതോടൊപ്പം സുദർശന മഹായന്ത്രം ധരിക്കുക, ലക്ഷ്മി യന്ത്രം ധരിക്കുക. ധനസമ്പത്തുള്ളവർക്ക് അതൊരു സേവിങ്സ് ആയിട്ടും നമ്മുടെ ഭാവിയിലേക്ക് സുരക്ഷയ്ക്കൊക്കെ ആവാൻ ഒരു മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കൊക്കെ ലക്ഷ്മി യന്ത്രം, ധനലക്ഷ്മി യന്ത്രം വളരെയധികം നല്ലതാണ്. അതൊക്കെ ചേർക്കുന്നത് വളരെ ചേർന്ന് വെക്കാൻ സാധിക്കട്ടെ. ചിത്തിര ജ്യോതി വിശാഖത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ഈശ്വരാധീനം ആണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. കന്നിക്കൂറുകാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുകൂലം ഉണ്ടാവുന്ന തുലാവക്കൂറുകാരാണ്. മഹാഭാഗ്യം എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഏതാണ്ട് ഒരു പരിധി കാലത്തിന് അപ്പുറം ആയിട്ടാണ് ഈ തുലാവക്കൂറുകാർക്ക് വളരെയധികം അനുകൂലം. കുറേ നാളുകളായിട്ട് 2020 കാലഘട്ടത്തിന് ശേഷം അനാരോഗ്യസ്ഥിതി അവരെ വല്ലാതെ അലച്ചതാണ്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് അനാരോഗ്യസ്ഥിതി കൊണ്ട് വളരെ മാനസികമായി ക്ലേശപ്പെട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ അനവധി ക്ലേശങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടാവാം. കർമ്മ മേഖലയിലാവട്ടെ, പഠന മേഖലയിലാവട്ടെ, ദാമ്പത്യ ജീവിതത്തിലാവട്ടെ, പഠന വിഷയങ്ങളിലുള്ള കുട്ടികളാവട്ടെ, എല്ലാവർക്കും ഈ തുലാവക്കൂറുകാർക്ക് വളരെ ക്ലേശമായിരുന്നു ആ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലം മുതൽ. എങ്കിൽ ഇപ്പോഴിതാ ഈ വ്യാഴം 9ാം ഭാവം എന്നുള്ള മഹാഭാഗ്യത്തിലേക്കാണ് അവർക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പുണ്യങ്ങളും ഔഷധിം ഭാഗ്യസിദ്ധിം എന്നാണ്. ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു രാശിയാണല്ലോ 9ാം ഭാവം. അവിടെ ഈ ഉച്ചസ്ഥിതനായ ഈ വ്യാഴം വരുന്നതോടുകൂടി പൂർവികമായ എല്ലാ സുഹൃതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കും. ജ്യോതിഷത്തിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ, ആ ഒരു ഉറച്ചതായ തീരുമാനം, നിങ്ങൾ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്കത് അനുഭവത്തിൽ വരും. വിശ്വസിച്ചിട്ട് കാര്യമില്ല. അത്തരത്തിലാണ്. അത്രയും അനുഭവം നമുക്ക് സാക്ഷ്യപ്പെടുത്താവുന്നതാണ് തുലാവക്കൂറുകാർക്ക്. മഹാഭാഗ്യങ്ങൾ ഉണ്ടാവും, സമ്പത്ത് വർദ്ധിക്കും, ആഭരണാദി വസ്ത്രാദി ലാഭങ്ങൾ ഉണ്ടാവാം, വിദേശ യാത്രകൾ കരസ്ഥമാകും. വിദേശത്ത് ജോലി കയറ്റം കിട്ടുന്നവരും വിദേശത്ത് നിന്ന് മറ്റു പല നാടുകളിലേക്ക് പോകേണ്ടി ജോലിയുമായി പോകുന്നവരൊക്കെ ഉണ്ടാവാം. എങ്കിൽ ജോലിയിലാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകതകൾ ഉണ്ടാവുക. കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതമായ നേട്ടം നിങ്ങൾ കൊയ്തെടുക്കും. വമ്പിച്ചതായ ലാഭം കിട്ടും. നിത്യവേതനത്തിന് പോകുന്നവർ അവരുടെ തൊഴിൽ വമ്പിച്ചതായ പുരോഗതി, അവരുടെ തൊഴിലിൻ്റെ ശൈലിയും രീതിയും ഒക്കെ മാറ്റി നിങ്ങൾക്ക് പരിശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ പലതരത്തിലും ജീവിതത്തെ ശ്രമിക്കാൻ സാധിക്കുക. നമുക്ക് പലതും പരിശ്രമിച്ച് നോക്കാനൊക്കെ ഒരു ധൈര്യം ജീവിതത്തിന് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പല ബിസിനസ്സുകൾ തുടങ്ങാൻ സാധിക്കുന്നവരുണ്ടാവാം. അത്തരത്തിൽ വിവാഹ ജീവിതത്തിനും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതി തന്നെയാണ്. അഷ്ടമാധിപതിയായ ഈ ഒരു ശുക്രൻ 9ാം ഭാവത്തിലേക്ക് വരുന്നു. ഈ ഒരു 7ാം ഭാവപതിയായ ശുക്രനാണ് 9ാം ഭാവത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹാദി വിഷയങ്ങളിൽ ഒരു പരിധിവരെ തീരുമാനമായി വരുന്നതാണ്. പ്രണയിതാക്കളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിലുള്ളവർക്കും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. ഒരു പക്വതയോടുകൂടി ജീവിതത്തിൽ വളരെയധികം ആനന്ദത്തോടുകൂടി വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതത്തെ, സന്താനഭാഗ്യം ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. ഇനി ഏതാണ്ട് 2027 അവസാന കാലഘട്ടം വരെ ഈ വളരെ അനുകൂലപ്പെട്ട കാലമാണ്. വിഷ്ണു സഹസ്രനാമ ജപം മുടങ്ങാതെ ചെയ്യുക, ലളിതാ സഹസ്രനാമം ജപിക്കുക. 6ാം ഭാവത്തിലുള്ള ഈ ഒരു ശുക്രൻ്റെ ഈ ഒരു ചൊവ്വയുടെ സ്ഥിതി എന്നുള്ളത് അത്ര അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ അനാരോഗ്യസ്ഥിതി ഇല്ലാതിരിക്കാൻ വേണ്ടി ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ലളിതാ പരമേശ്വരിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതാണ്. തുലാവക്കൂറുകാരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ആദ്യപാദങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വൃശ്ചികക്കൂറിൻ്റെ രാശിനാഥനായ ചൊവ്വ സ്വക്ഷേത്രത്തിൽ 6ാം ഭാവത്തിൽ സ്ഥിതിയാണ്. അതോടൊപ്പം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴം അഷ്ടമത്തിലേക്ക് നിന്നും 9ാം ഭാവത്തിലേക്ക് വരികയാണ്. അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യപാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുംഭക്കൂറുകാർക്ക് 6ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്.
6-ാം ഭാവത്തിലേക്ക് ശുക്രനും വരികയാണ്, 5-ാം ഭാവത്തിൽ ബുധൻ, അതോടൊപ്പം തന്നെ 3-ാം ഭാവത്തിൽ ചൊവ്വ, 2-ാം ഭാവത്തിലാണ് ശനി ആ കുംഭൻ രാശിയിൽ. അതോടൊപ്പം തന്നെ ഈ ഒരു രാഹുവിൻ്റെ സ്ഥിതിയും ഉണ്ട്. ഈ ദശകളും അപഹാരങ്ങളും നോക്കിക്കഴിഞ്ഞാൽ കുംഭം കൂറുകാരെ സംബന്ധിച്ച് വളരെ ഏതാണ്ട് ക്ലേശങ്ങളില്ലാത്ത ഒരു കാലഘട്ടമായിരിക്കാം. എങ്കിൽ ഈ ഒരു 6-ാം ഭാവത്തിലുള്ള വ്യാഴം എന്നുള്ളത് അത്ര അനുകൂല സ്ഥിതിയല്ല. കുറേ നാളുകളായിട്ടുള്ള ഒരു സ്വസ്ഥത ഒന്ന് കുറഞ്ഞു വരുന്നതാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായ ക്രമക്കേടുകൾ, കുറേ വലിയ പദ്ധതികൾ, വലുതായ നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളൊക്കെ കുറേ ആൾക്കാർക്ക് അതിൻ്റെ തീരുമാനങ്ങൾ മാറ്റേണ്ടതായിട്ട് വരാം. കുറേ ദീർഘനാളുകളിലേക്ക് സമ്മതം വെച്ചതായ ഒപ്പുവെച്ചതായ പല കാര്യങ്ങളിൽ നിന്ന് പിന്മാറേണ്ടി വരുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് കുംഭക്കൂറുകാരൊന്ന് കരുതി നീങ്ങേണ്ടതാണ്. എങ്കിൽ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിവാഹാദി പ്രണയ ജീവിതത്തിൽ അനുകൂലം, അതോടൊപ്പം കർമ്മമേഖലയിൽ പുരോഗതി, അതോടൊപ്പം അനാരോഗ്യസ്ഥിതി വിട്ടുമാറും. ഇതാണ് ഇതിലുള്ള ഒരു പ്രത്യേകത. എങ്കിൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളെ സംബന്ധിച്ച് ക്ലേശങ്ങൾ ഉണ്ടാവാം, സന്താനങ്ങളെ ഓർത്ത് വിഷമങ്ങൾ ഉണ്ടാവാം. എങ്കിൽ കുടുംബജീവിതത്തിൽ അനാരോഗ്യസ്ഥിതിയൊന്നും കാണുന്നില്ല. കുടുംബജീവിതത്തിൽ വളരെ അനുകൂലമായി നീങ്ങാനുള്ള ഒരു കാലഘട്ടമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അതിലും ഉപരി അകാരണമായി ശത്രുക്കൾ ഉണ്ടാവാം. ശത്രുക്കളുടെ ഒരു യോഗം നമ്മൾ കൂടെയുള്ളവർ തന്നെ ഒരു അലൗക്യത്തിലേക്ക് എത്തിയേക്കാം. എങ്കിൽ ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും സാമ്പത്തികമായ ഇടപാടുകൾ ക്രമമായി വരാൻ വേണ്ടി, ശനിയാണ് 2-ാം ഭാവത്തിൽ, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ക്രമക്കേടുകൾ വളരെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുംഭക്കൂറുകാർ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. മാനസികമായ ഊർജം കൂടി വരാൻ, ചൊവ്വ എന്നുള്ളത് ദുർഗയായി ഭഗവതിയായി കണ്ടുകൊണ്ട് ധർമ്മദൈവ ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസം ഭഗവതിക്ക് കടുംബായസം നിവേദിക്കുന്നതും വളരെയധികം നല്ലതാണ്. കുംഭക്കൂറുകാർ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. പോരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 5-ാം ഭാവത്തിലേക്ക് ആ രാശിനാഥനായ വ്യാഴം വരികയാണ്. അതുകൊണ്ട് തന്നെ കുറേ നാളുകളായി ആ കാത്തിരുന്നതായ ഒരു ജീവിതം, സ്വപ്നം കണ്ട ഒരു ജീവിതം അവർക്ക് ഇനി വരാൻ വേണ്ടി പോവുകയാണ്. കുറേ ക്ലേശങ്ങളൊക്കെ വിട്ടുമാറി റീസെൻ്റ്ലി തന്നെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വളരെ അനുകൂലമാണ്. ഇപ്പോൾ ഒരു 4 മാസമൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. വിവാഹ പ്രണയ ജീവിതത്തിലൊക്കെ ഒരു സാഫല്യം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇനി വെച്ചടി കയറ്റം ആണ്, ഇനി മുകളിലോട്ട് ഒരു അഭിവൃദ്ധിയാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. വാഹനാദി ലാഭം ഈ ഒരു വാരം, അടുത്ത വാരത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഭവനം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനുമൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണ്. വിദേശ യാത്രകൾ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വന്നേക്കാം. അതോടൊപ്പം തന്നെ സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ സമ്പത്ത് ധാരാളം വരുന്നതും ആഭരണാദികളും വസ്ത്രലാഭവും ഭക്ഷണലാഭവും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ വാഹന ക്ലേശങ്ങൾ വിട്ടുമാറും. വാഹനങ്ങളുമായി നിത്യജോലി ചെയ്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ച് ക്ലേശങ്ങൾ വിട്ടുമാറി സമ്പത്ത് വരുന്നതാണ്. നിത്യജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച്, നിത്യജോലിക്ക് പോയി ജീവിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അവരുടെ ജീവിതത്തിൽ മഹാഭാഗ്യങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നവർ, ലോട്ടറി പോലുള്ളതിലൊക്കെ ഉള്ളവർക്ക് വളരെ അനുകൂലം വരുന്ന ഒരു കാലഘട്ടമാണ്. രാശിനാഥൻ 5-ാം ഭാവത്തിൽ വരുന്നത് കൊണ്ട് തന്നെ മീനക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് 4-ാം ഭാവത്തിലെ ബുധൻ എന്നുള്ളത് ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ജീവിതത്തിലൊക്കെ ഒരു ആനന്ദം ഉണ്ടാവും. അതോടൊപ്പം പഠനം കഴിഞ്ഞുള്ളവരെ സംബന്ധിച്ച് വിദേശത്ത് ശ്രമിക്കുന്നവർക്കും മറ്റുള്ള ഉപരിപഠനത്തിനൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ്. വിദേശത്ത് പഠിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് ജോലി കിട്ടുന്നതിനും പഠനം പൂർത്തിയായവർക്ക് ജോലി കരസ്ഥമാകുന്നതിനുള്ള ഒരു യോഗഭാഗ്യം കാണുകയാണ് ഈ ഒരു മീനക്കൂറുകാരെ സംബന്ധിച്ച്. ശനിക്ഷേത്ര ദർശനം ചെയ്യണം. ശനിയാണ് ജന്മശനി എന്നുള്ളത് കൊണ്ട് ശനീശ്വരായ നമ എന്ന മന്ത്രം ജപിച്ച് അർച്ചിക്കാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം തന്നെ ശനിക്ക് എള്ളുതിരി നീരാഞ്ജനം കഴിക്കുന്നതും ശനി കവചം ധരിക്കുന്നതും സുദർശന യന്ത്രം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. ഈ വാരത്തിലെ വാരഫലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കുറിക്കുക. നന്ദി, നമസ്കാരം.